മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാവക്കാട് സെന്റ് ജോർജ് ജ്യോതിഭവൻ അഗതി മന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പം ഉമ്മൻചാണ്ടി മൂന്നാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കാലത്ത് 8 മണിക്ക് നിലവിളക്ക് തെളിയിച്ച് ചരമവാർഷിക ദിനാചരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിനു മുൻപിൽ എല്ലാവരും പുഷ്പാർച്ചന നടത്തി. സെന്റ് ജോർജ് ജ്യോതിഭവൻ അഗതി മന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പം എല്ലാവരും പ്രഭാതഭക്ഷണം കഴിച്ചു. MP ഡീൻ കുര്യാക്കോസ് അമ്മമാർക്ക് പ്രഭാതഭക്ഷണം വിളമ്പി കുശലാന്വേഷണം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് ശ്രീ മാത്യൂസ് കളപ്പുര ആമുഖ പ്രസംഗം നടത്തി. യോഗത്തിന് സ്വാഗതം പറഞ്ഞ് ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജീമോൻ പോൾ, മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുഭാഷ് കടക്കോട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമ്മുടെ ബഹുമാന MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. സജീവൻ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, പാർട്ടിയുടെ നേതാക്കന്മാര്, പ്രിയപ്പെട്ട മാതാവ്, പ്രിയപ്പെട്ട വേരിയച്ചൻ, എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ അവസരത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ യശസ്വരീയനായ ഉമ്മൻചാണ്ടി സാറിന്റെ 3ാമത് ചരമദിനമാണ്. കേരളമെമ്പാടും വിപുലമായ പരിപാടികളാണ് ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ഓർമ്മയായി മാറിയ ഒരു നേതാവ് ഒരുപക്ഷെ ജീവിച്ചിരുന്നതിനേക്കാൾ ശക്തനായി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ള ആ ഒരു വാക്യം വിനൂതമായിരിക്കുകയാണ്. എല്ലാ നിലയിലും സമ്പൂർണമായ ആചരണങ്ങളാണ് ഓരോ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളാണ്. ഈ നാടിന്റെ സമസ്ത മേഖലയിൽ സ്പർശിച്ച് കടന്നുപോയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി, ഒരു ഭരണാധികാരി എന്നതിലുപരിയായി ഒരു ജനനേതാവ് എന്നുള്ള നിലയിലാണ് സ്ഥാനം നമുക്കെല്ലാവർക്കും അറിയാം. ഭരണമുണ്ടെങ്കിലും സ്ഥാനമുണ്ടെങ്കിലും സ്ഥാനമില്ലെങ്കിലും നമ്മളിൽ പലർക്കും പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളുടെ പേരിലാണ് നമ്മൾ അതിന്റെ അരികുമൂലയും ചുറ്റപ്പെടുത്തി എടുക്കുന്നത്. ആ സ്ഥാനത്തിന്റെ നിഴലിലാണ് പല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇഴുകിച്ചേരാൻ തുനിയാറുള്ളത്. പക്ഷെ സ്ഥാനമില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടുതൽ ഭാഗവും അദ്ദേഹത്തിന് മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളും പാർട്ടിയിലോ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിലുണ്ടായിരുന്നു. 50 വർഷത്തിലധികം അദ്ദേഹം MLA ആയി പ്രവർത്തിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റധികാര സ്ഥാനങ്ങളിൽ അദ്ദേഹം കുറവായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ബോധ്യം. പക്ഷെ അതൊന്നും ആയിരുന്നില്ല പ്രശ്നം. ജനങ്ങളുടെ വിഷയങ്ങളായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട. എങ്ങനെ ഒരു ജനപ്രതിനിധി, എങ്ങനെ ഒരു ജനനേതാവ്, ഒരു പൊതുപ്രവർത്തകൻ പ്രവർത്തിക്കണം എന്നുള്ളതിന് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ച് പറയുന്നതിനപ്പുറത്ത് മറ്റൊരു നിർവചനവും ഇന്ന് വരെ വിശ്വാസം ആ നിലയിൽ തന്നെ കരുതുന്നവർ ധാരാളമായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ 1000 അശ്വപുഷ്പങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രത്യേകമായ പരിപാടി ജ്യോതിഭവനെ കുറിച്ച് നടത്തപ്പെടുമ്പോൾ ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട അമ്മച്ചിമാരോടൊപ്പം അല്പം സമയം ചെലവഴിക്കാൻ സാധിച്ചത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഭവമാണ്. ജ്യോതിഭവനിലെ സിസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ മറ്റ് അന്തേവാസികൾക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിരുന്നു. നന്ദി. കാര്യം MLA ശ്രീ മാത്യു കുഴൽനാടൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, KPCC സെക്രട്ടറി KM സലീം, മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടോമി തന്നിട്ടാമാക്കിൽ, DCC സെക്രട്ടറിമാരായ ശ്രീ ഉല്ലാസ് തോമസ്, ശ്രീ ജോസ് പെരുമ്പള്ളിക്കുന്നേൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൂടാതെ വാർഡ് മെമ്പർമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ, വിദ്യാർത്ഥികൾ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായി. കാവക്കാട് നിത്യസഹായ മാതാ പള്ളി വികാരി ഫാദർ ഇമാനുവൽ മുണ്ടയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒരു നേതാവ് ജനങ്ങളോടൊപ്പം മുഴുവൻ സമയ ജീവിതത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടികളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ വിലാപയാത്ര നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്. മരിച്ച ശേഷവും പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്നത് നേരിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. ഇന്നും ഉമ്മൻചാണ്ടി എന്ന പേരില് അദ്ദേഹം മരിച്ചതിന് ശേഷവും ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ജനങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഒരു നേതാവിനെ ജനങ്ങൾ എത്രമാത്രം സ്നേഹിക്കുമെന്ന്
ഉമ്മൻചാണ്ടിയുടെ വലിയ ജീവിതം നമുക്ക് വലിയ സാക്ഷ്യമാണ്. ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഈ കാവക്കാട്ടെ ജ്യോതി ഭവനിൽ എത്തിച്ചേരുകയും പ്രിയപ്പെട്ട അമ്മമാരോടുകൂടെ സമയം ചെലവഴിക്കാനായിട്ട് അവർ സമയം കണ്ടെത്തുകയും ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നതിന് ഈ കുടുംബത്തിന്റെ പേരിൽ, പ്രത്യേകിച്ച് മഠത്തിന്റെ പേരിൽ, മദറിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയും ഇങ്ങനെയുള്ള പരിപാടികൾ തുടർന്നും നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. കാവക്കാട് സെന്റ് ജോർജ് ജ്യോതി ഭവൻ മഠം സിസ്റ്റർ ഡാലിയ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് എല്ലാ അമ്മമാർക്കും വസ്ത്രവും വിതരണം നടത്തി യോഗ നടപടികൾ അവസാനിച്ചു.